الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجوه يومئذ ناعمة لسعيها راضية في جنة عالية. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ദുൽഹിജ്ജ മാസം അതിന്റെ 20 പിന്നിടുമ്പോൾ ഹജ്ജിനായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിൽ കടന്നു വന്ന ആളുകളൊക്കെ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ചവരുടെ നാടുകളിലേക്ക് തിരിച്ചു കയറാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മളുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ടവരെ നമ്മൾ കാത്തിരിക്കുകയായിരിക്കാം. കഴിഞ്ഞ വർഷങ്ങളിലൂടെ ഹജ്ജിന് പോയ ആളുകൾ അവരുടെ ഓർമ്മകളെ അയവിറക്കുന്നൊരു സമയം. ജീവിതത്തിൽ അള്ളാഹുവിന്റെ കഅബാലയത്തിന് നേർക്കുനേരെ കാണാൻ കഴിയാതെ ആഗ്രഹങ്ങൾ വെച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇനി ഉംറ നിർവഹിക്കാനായി മക്കയിൽ വന്ന് ആ പരിശുദ്ധ ഭൂമി കണ്ട് ഇവിടെ വന്നൊരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാമ്പത്തികമായി സാധിക്കുന്നില്ലല്ലോ എന്ന വേദനയോടെ കഴിയുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവാം. അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം കർമ്മമേഖലകളിലൂടെ പഞ്ചസ്തംഭങ്ങളെ നിർബന്ധമായി ഇസ്ലാം നമ്മളോട് പറഞ്ഞതാണ്. നമസ്കാരവും സക്കാത്തും റമദാനിലെ നോമ്പും അതിലിങ്ങനെ എണ്ണി വന്നപ്പോ, ഷഹാദത്തൊക്കെ എണ്ണി വന്നപ്പോ അവിടെ പറഞ്ഞു ഹജ്ജ് ഇസ്ലാമിൽ നിർബന്ധമായ ഒരു കർമ്മം തന്നെയാണ്. അതിന് കഴിയുന്ന ആളുകൾക്ക് മനിസ്തത്വാഅ ഇലൈഹി സബീല, വഴിയാൽ അതിൽ കഴിവാകുന്ന ആളുകൾക്ക് നിർബന്ധമാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ ആ ഹജ്ജിന്റെ പ്രതിഫലങ്ങൾ ആലോചിക്കുമ്പോ അത് ലഭിക്കാൻ സാധ്യമാകുന്ന, ഹജ്ജ് ചെയ്യാതെ കഴിയാതെ പോകുന്ന സാധാരണ ആളുകൾക്ക് പോലും അതിന്റെ പ്രതിഫലങ്ങളെ ലഭ്യമാക്കാൻ കഴിയാവുന്ന ഒരുപാട് വഴികൾ അള്ളാഹുവിന്റെ ദീന് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളൊന്ന് മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചാൽ അൽഹംദുലില്ലാ
ആ പ്രതിഫലങ്ങളെ നേടിയെടുക്കാൻ കഴിവാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിയുമെന്നുള്ളതാണ്. കാരണം എന്താണ്? ഹജ്ജിനായി പറഞ്ഞ പ്രതിഫലങ്ങൾ അത്ര വലുതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജലില്ല, ആരെ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്നുവോ, ഫലം യർഫത്ത് വലം യഫ്സുഖ്, അവൻ ഒരു സ്ത്രീ പുരുഷ സംസർഗവും അവന്റെ ഭാഗത്തുനിന്ന് കടന്നു വരുന്നില്ല, നികൃഷ്ടമായ ഒരു പ്രവർത്തനങ്ങളുമില്ലാതെ നല്ല രീതിയിലൂടെ ഹജ്ജ് ചെയ്യാൻ ഒരാൾക്ക് സാധ്യമായാൽ റജഅ കയൗമി വലദത്ഹു ഉമ്മു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ അവന് മടങ്ങി വരാൻ സാധിക്കുന്നതാണ്. ഒരു നികൃഷ്ടമായ പ്രവർത്തനങ്ങളുമില്ലാതെ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞ് എത്രത്തോളം പാപങ്ങളിൽ നിന്ന് നിഷ്കളങ്കമാണോ, പാപരഹിതമായ ആ കുഞ്ഞുണ്ടോ, അതുപോലെ മടങ്ങി വരാൻ ആ മനുഷ്യന് സാധ്യമാകുമെന്നുള്ളതാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമാ, ഒരു ഉംറ കഴിഞ്ഞാൽ അടുത്ത ഉംറ വരെ അതിനിടയിലുള്ള പാപങ്ങൾക്ക് മുഴുവൻ അത് പ്രായശ്ചിത്തമാണ്. എന്നാൽ സ്വീകാര്യമായ ഹജ്ജിന് അല്ലാഹു നൽകുന്നത് വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവർക്ക് സ്വർഗ്ഗമല്ലാതെ പ്രതിഫലമല്ല. സ്വീകാര്യമായ ഹജ്ജിന് അള്ളാഹു സ്വർഗമല്ലാതെ പ്രതിഫലം നൽകുന്നില്ല. പ്രിയമുള്ളവർ, ഇതിങ്ങനെ കേൾക്കുമ്പോ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ കയ്യിൽ പണമില്ല. എനിക്കും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഹജ്ജ് ചെയ്യാൻ എനിക്ക് സാമ്പത്തികമായി കഴിവില്ല. അവിടുന്ന് സഫാ മർവക്കടയിലൂടെ കാൽച്ചുവടുകൾ വെക്കുമ്പോ, അള്ളാഹുവിന്റെ കഅബാലയത്തിന് ചുറ്റും ഇങ്ങനെ തവാഫുകൾ നടക്കുമ്പോ, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കാരങ്ങൾ നടക്കുമ്പോ, ഇങ്ങ് വിദൂരതയിൽ നിന്ന് ഈ ഏഷ്യാരാജ്യത്തിന്റെ ഇങ്ങേ തലക്കലിരുന്ന് മോഹം കൊള്ളുന്ന ആളുകളോട് അതിന്റെ പ്രതിഫലം ഇതാ, നിങ്ങൾക്ക് ചങ്ങരംകുളത്തിരുന്ന് വാങ്ങണോ? അവസരങ്ങൾ അള്ളാഹു തരികയാണ്, അവസരങ്ങൾ അള്ളാഹു തരികയാണ്. അതിനെന്തു വേണം? ഹജ്ജിന്റെ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന കഴിവില്ലാത്ത ആളുകൾക്കാട്ടോ. കഴിവുണ്ടായാൽ നിർബന്ധമാണ്, അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. എന്നാൽ നല്ല നിയ്യത്തുണ്ട്, ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ആ നിയ്യത്തിന് പോലും അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നൽകുമെന്നാണ്. അത്ര കാരുണ്യവാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അത്ര കാരുണ്യവാനാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമ ദുനിയാ ലി അർബഅതി നഫർ, നാല് വിഭാഗം ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യാൻ അവിടെ പറഞ്ഞു, അബ്ദിൻ റസഖഹുല്ലാഹു മാലൻ വഇൽമ, ഒരടിമക്ക് അല്ലാഹു തആല സമ്പത്ത് കൊടുക്കുന്നുണ്ട്, അറിവ് കൊടുക്കുന്നുണ്ട്. പണമുണ്ടയാളുടെ കയ്യില്, അറിവുണ്ട മനുഷ്യന്, ഫഹുവ യത്തഖി ഫീഹി റബ്ബുഹു, അയാളുടെ അറിവിലും അയാളുടെ പണത്തിലുമെല്ലാം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. വയസ്ലു ഫീഹി റഹിമ, അതിൽ തന്റെ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെക്കുന്ന ഒരു മനുഷ്യനാണ്. വയഅലമു ലില്ലാഹി ഫീഹി ഹഖ, അല്ലാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അല്ലാഹുവിനെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന, ബാധ്യതകൾ അറിഞ്ഞ് അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് ഉന്നതമായ പദവിയുണ്ട്, സമ്പത്തുണ്ട്, അറിവുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലാഹുവിനോടുള്ള കടമ നിർവഹിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഏറ്റവും ഉയർന്ന നിലയിലാണ്. എന്നാൽ വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വഅബ്ദിൻ റസഖഹുല്ലാഹു ഇൽമ, അല്ലാഹു അറിവ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ വലം യർസുഖുഹു മാലാ, പണം അല്ലാഹു കൊടുക്കാത്ത മനുഷ്യരുണ്ടെങ്കിൽ, അറിവൊക്കെ ഉണ്ട് പക്ഷെ പണമില്ല, പക്ഷെ നല്ല നിയ്യത്തുണ്ട്. ഫഹുവ സ്വാദിഖുൻ നിയ്യ, നല്ല നിയ്യത്തുള്ള മനുഷ്യനാണ്. എനിക്കതുപോലെ അമൽ ചെയ്യണം, മറ്റുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന പോലെ. ലൗ അന്നലി മാലൻ ലഅമിൽതു ബിഅമലി ഫുലാൻ, എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ചെയ്യുന്ന പോലെ എനിക്ക് ഹജ്ജ് ചെയ്യായിരുന്നു. എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ അയാൾ സ്വതക്ക ചെയ്യുന്നത് പോലെ എനിക്ക് സ്വതക്ക ചെയ്യാമായിരുന്നു എന്ന വലിയ നിയ്യത്തോടെ പ്രവർത്തിക്കുന്ന, ഫഹുവ ബിനിയ്യതിഹി ഫഅജ്റുഹുമാ സവാ, ആ മനുഷ്യന്റെ നിയ്യത്തിന്റെ പ്രതിഫലം പണമുണ്ടായിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചവന്റെ പ്രവർത്തനത്തിന് തുല്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കയ്യിൽ പണമില്ല, പക്ഷെ ആഗ്രഹമുണ്ട് ഹജ്ജ് ചെയ്യാൻ. സത്യസന്ധമായ ആഗ്രഹമുണ്ടോ നമ്മുടെ മനസ്സ്? അങ്ങനെ ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹജ്ജിന്റെ പ്രതിഫലം നമുക്ക് നൽകുമെന്നുള്ളതാണ്. ആ നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി രണ്ടാമത് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയാവുന്ന വലിയൊരു പുണ്യമാണ് ഇശ്റാഖ് നിസ്കാരം എന്ന് പറയുന്നത്. ഇശ്റാഖ് നിസ്കാരം ഒരുപക്ഷെ നമ്മളൊക്കെ ശീലമാക്കാൻ കഴിയുന്ന മഹത്തായ ഒരു സുന്നത്താണ്. നമ്മുടെ പള്ളിയിൽ വെച്ച സുബഹി ജമാഅത്തായിട്ട് നിർവഹിക്കാം.
ആ സുബഹി ജമാഅത്ത് കഴിഞ്ഞ് സൂര്യന്റെ ഉദയം വരെ അള്ളാന്റെ പള്ളിയിൽ ഒരൽപ്പസമയം കാത്തിരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അങ്ങനെ ഒരൽപ്പനേരം പള്ളിയിലൂടെ കാത്തിരുന്ന് ഉദയം കഴിഞ്ഞ് ഒരൽപ്പസമയം തെന്നിമാറിയാൽ അള്ളാഹ്ക്ക് വേണ്ടി 2 റക്അത്ത് നമസ്കരിക്കാനുള്ള മനസ്സുണ്ടോ? ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്നാണ്. ഒരാൾ ജമാഅത്തായി സുബഹി നമസ്കരിക്കുകയാണ്, പിന്നെ അള്ളാഹനെ ദിക്ർ ചൊല്ലിക്കൊണ്ടവൻ ഇരിക്കുന്നുണ്ട്, അള്ളാന്റെ സ്മരണയിലാണ്. സൂര്യൻ ഉദിക്കുന്നത് വരെയും അള്ളാന്റെ സ്മരണയിൽ ഇരിക്കുകയാണ്. പിന്നീട് 2 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ കാനത് ലഹു കാജിരി ഹജ്ജത്തിൻ വ ഉംറ, ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ആ മനുഷ്യന് അല്ലാഹു നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, താമ്മൻ താമ്മൻ തമ്മ, പൂർണ്ണമായും 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 അല്ലാഹു നൽകുമെന്നാണ്. നമ്മുടെ മനസ്സിൽ തോന്നലുണ്ടാവുമല്ലോ, ഞാൻ സുബഹി നിസ്കരിച്ച് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ഉദയം കഴിഞ്ഞ ഒരല്പനേരം തെന്നിമാറി വീണ്ടും ഒരു 2 റക്അത്ത് നിസ്കരിച്ചാല് എനിക്ക് ഹജ്ജിന്റെ ഉംറയുടെയും കൂലി കിട്ടും. ആ സംശയത്തിന് പഴുതില്ല. അതുകൊണ്ടാ റസൂലുള്ളാഹി പറഞ്ഞ താമ്മത്തിൻ താമ്മത്തിൻ തമ്മ, പൂർണ്ണമായും 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 അല്ലാഹു തആല നൽകും. നേടിയെടുക്കാൻ വലിയ പ്രയാസമല്ലല്ലോ പ്രിയമുള്ളവരെ. സുബഹിക്ക് ജമാഅത്തിന് അള്ളാന്റെ പള്ളിയിൽ വരിക, ഒരല്പസമയം കാത്തിരിക്കാൻ. ഇഷ്റാഖ് എന്ന് പറഞ്ഞ ളുഹയുടെ മറ്റൊരു പേര് കൂടെയാണ്. എന്നാൽ പണ്ഡിത ലോകത്തെ ഒരാൾക്ക് ഇനി പതിവായി ചെയ്യുന്ന ളുഹായുടെ മറ്റൊരു നേരത്തെ നിസ്കരിക്കണമെങ്കിൽ അതിൽ വിരോധമില്ല. പക്ഷേ ളുഹായുടെ മറ്റൊരു പേരായി തന്നെ ഇഷ്റാഖിന് പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അത്ര നേരം അള്ളാഹുവിന്റെ പള്ളിയിലിരുന്ന് നമ്മൾ ആലോചിക്കുക, അള്ളാന്റെ പള്ളിയിലേക്ക് ഞാൻ സുബഹി ജമാഅത്തിന് എത്താറുണ്ടോ? അത് തന്നെ വലിയ പ്രതിഫലാണ്. ഒരു പ്രവാചകൻ പറയാം, മൻ സല്ല സുബ്ഹ ഫീ ജമാഅ ഫകഅന്നമാ സല്ല ലൈല കുല്ല, ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. എന്നിട്ടോ ആ സുബഹിന്റെ പുണ്യം റസൂലുള്ളാഹി പറയാൻ, അതിന്റെ പ്രതിഫലം അവര് മനസ്സിലാക്കുമായിരുന്നുവെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബുവാ, നടക്കാൻ കഴിയാതെ മുട്ടുകുത്തി അഴഞ്ഞിട്ടാണെങ്കിലും ആ നിസ്കാരത്തിലേക്ക് അവർ എത്തുമായിരുന്നു. അത്ര വലിയ പുണ്യമുള്ള നമസ്കാരം. അത് കഴിഞ്ഞിട്ട് ഒരല്പനേരം അള്ളാന്റെ പള്ളിയിൽ ഇരിക്കാൻ എന്റെ പ്രിയമുള്ളവരെ വലിയ പ്രയാസമൊന്നുമില്ല. അതൊരു ശീലമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലങ്ങൾ നൽകുമെന്നാണ്. മറ്റൊരു വിഷയം പറയുന്നത്, ഇൽമ് നേടാൻ, അറിവ് നേടാൻ വേണ്ടി അള്ളാന്റെ പള്ളിയിലേക്ക് പുറപ്പെടാം. നമുക്ക് അവിടൊക്കെ മടിയാണ്. നമ്മളൊക്കെ ആരാന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ വിവരദോഷി അല്ലദീന അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹിൽ ജന്ന, അവന്റെ ദേഹേച്ഛകളുടെ പിന്നാലെ ഇങ്ങനെ പോയിട്ട് സ്വർഗം ആഗ്രഹിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് കല്യാണങ്ങളുണ്ട്, പല പ്രോഗ്രാമുകളുണ്ട്, ടൂറുകളുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അള്ളാന്റെ പള്ളിക്ക് വരാം എന്ന് തീരുമാനിക്കുന്നിടത്താണ് പ്രശ്നം. എന്നിട്ടോ സ്വർഗം വേണോ? സ്വർഗം എനിക്ക് വേണം, അതൊരു സംശയമില്ല. ഖബ്ബാബും ബിലാലും ഹുബൈബും പോകുന്ന സ്വർഗം എനിക്ക് വേണമെന്ന് മോഹിക്കുന്നു. പക്ഷേ അവന് തോന്നിയ പോലെ ജീവിക്കണമെന്ന ആഗ്രഹമാണ്. അവൻ ലോകത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിയാണെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ പള്ളിയിൽ ഇൽമുണ്ട്, ഇൽമിന്റെ ഒരു സദസ്സുണ്ട്. നേരത്തെ പള്ളിയിലേക്ക് വരാൻ, നേരത്തെ അള്ളാന്റെ പള്ളിയിലേക്ക് വരാൻ. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ഉത്ബോധനങ്ങളുടെ മേഖലയാണ് വെള്ളിയാഴ്ചയിലെ ഖുത്ബ. വെള്ളിയാഴ്ചയിലെ ഖുത്ബ പണ്ഡിത ലോകം പറഞ്ഞ ഖരീബത്തും മിനൽ ഫഹ്മ, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഏറ്റവും അടുത്ത രൂപത്തിലെ അതിനെ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കാൻ. ആ ഖുത്ബക്ക് പോലും ഇമാമ മിമ്പറിൽ കയറിയിട്ടാണ് പിന്നെ ഞാൻ വരുന്നതെങ്കിൽ ആ ജുമുഅ എന്ന ഫളൽ എനിക്ക് രേഖപ്പെടുത്തപ്പെടുമോ ഇല്ലയോ എന്ന വിഷയം പോലും നമ്മൾ പരിഗണിക്കപ്പെടുന്നില്ല. ഒരറിവ് കിട്ടാൻ, ഒരു ഇബാദത്ത് കിട്ടാൻ അള്ളാന്റെ പള്ളിയിലേക്ക് വരാനുള്ള മനസ്സുണ്ടോ? ഹജ്ജിന്റെ പ്രതിഫലം അവിടെ ഉണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം വരുന്ന ഹദീസിലൂടെ കാണാമൻ അദാ ഇലൽ മസ്ജിദി, ആരെങ്കിലും പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറാ ഔ യഅലമഹു, അവനെ പഠിക്കണമെന്ന ഉദ്ദേശമാണ്, അതല്ലെങ്കിൽ ഇൽമ് പകർന്നു കൊടുക്കണമെന്ന ഉദ്ദേശമാണെങ്കിൽ കാന ലഹു കഅജ്രി ഹാജിൻ തഅമ്മൻ ഹജ്ജതഹു,
പൂർണ്ണമായ ഒരു ഹജ്ജ് ചെയ്ത ഹാജിയുടെ പ്രതിഫലമാണ് ആ മനുഷ്യനുള്ളത് എന്നാണ്. എങ്ങനെ? പള്ളിക്ക് പുറപ്പെട്ടിട്ട് എനിക്ക് അറിവ് പഠിക്കണം, അല്ലെങ്കിൽ അറിവിനെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന നിയ്യത്തോടുകൂടെയാണ് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കാലോ. ഖുർആനിന്റെ പഠനങ്ങൾ അള്ളാന്റെ പള്ളിയിൽ നടക്കുന്നുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ചെറിയ ഉത്ബോധനങ്ങൾ അള്ളാന്റെ പള്ളിയിൽ നടക്കുന്നുണ്ട്. ആ ഉത്ബോധനങ്ങളെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് മനസ്സിൽ നിയ്യത്ത് വേണം, അതിനാണ് പ്രതിഫലം. അങ്ങനെ ഇൽമ ആഗ്രഹിച്ച് അള്ളാന്റെ പള്ളിയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ എന്റെ കയ്യിലെ ഇൽമ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹത്തോടെ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വന്നാൽ അവന് ഹജ്ജിന്റെ പൂർണ്ണമായ പ്രതിഫലമുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസരങ്ങളുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ. ഇനി മാത്രമല്ല, ഫർള് നിസ്കരിക്കാൻ വേണ്ടി അള്ളാന്റെ പള്ളിയിലേക്ക് പോയാൽ, ഫർള് നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പുറപ്പെടാനുള്ള മനസ്സുണ്ടോ, അവിടെ അള്ളാഹു തആല ഹജ്ജിന്റെ പ്രതിഫലങ്ങൾ നൽകുമെന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖറജ മിൻ ബൈതിഹി മുതതഖിറാ, തന്റെ വീട്ടിൽ നിന്നൊരാൾ ശുദ്ധിയോടുകൂടെ പുറപ്പെട്ടാൽ, അപ്പൊ വുളു എടുക്കേണ്ടത് എവിടുന്ന്? വുളു എടുക്കേണ്ടത് എവിടുന്ന്? വീട്ടിൽ നിന്ന് വുളു എടുത്ത് പള്ളിക്ക് പുറപ്പെടാണ്. ഇലാ സ്വലാത്തിൻ മക്തൂബ, ഫർള് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാമിലൂടെ പ്രവേശിച്ച ഒരു ഹാജിയുടെ പ്രതിഫലമാണ് ആ മനുഷ്യനുള്ളതെന്നാണ്. നമ്മള് ഈ നിയ്യത്തിനനുസരിച്ചിട്ടാണ് അല്ലാഹു തആല കൂലി തരിക. എനിക്ക് പണമില്ല, പോവാൻ കഴിയണില്ല, പക്ഷെ സ്വന്തം വീട്ടിൽ നിന്ന് ഒതുകൊടുത്ത് അള്ളാന്റെ പള്ളിക്ക് വന്നാൽ ആ കൂലി തരുന്ന അള്ളാഹു എത്ര വലിയ റഹ്മാനാണ്. ആ പടച്ചോന്റെ പ്രതിഫലം ആഗ്രഹിച്ച് വീട്ടിൽ നിന്ന് ഒതുകൊടുത്തിട്ട് അള്ളാന്റെ പള്ളിക്ക് ഇങ്ങനെ വന്നോക്കി അല്ലേ? ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയെ പോലെയാണ്. വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ളുഹാ, ളുഹാ നിസ്കരിക്കാനാണ് വരണമെങ്കിൽ ലാ യുൻസിബുഹു ഇല്ലാ ഇയ്യാ ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ, ഒരു ഉംറ ചെയ്ത പ്രതിഫലം ളുഹാ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് വരണമെങ്കിൽ. ഫർള് നിസ്കാരങ്ങൾക്ക് ഹജ്ജിന്റെ പ്രതിഫലമെന്നും സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ഉംറയുടെ പ്രതിഫലമെന്നും വേറെയും ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. മൻ മശാ ഇലാ സ്വലാത്തി മക്തൂബ ഫിൽ ജമാഅ, ജമാഅത്ത് നിസ്കാരത്തിന്റെ പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു വന്നാൽ ഫഹിയ കഹജ്ജത്തിൻ, അവനൊരു ഹജ്ജ് ചെയ്തവനെ പോലെയാണ്. വമൻ മശാ ഇലാ സ്വലാത്തി തതവ്വു, സുന്നത്ത് നിസ്കാരത്തിലേക്കാണ് നടന്നു വന്നതെങ്കിൽ ഫഹിയ കഉംറത്തിൻ, അവനൊരു ഉംറ ചെയ്തവനെ പോലെയാണ്. നമുക്ക് പ്രതിഫലം കിട്ടാനുള്ള വഴിയല്ലേ പ്രിയമുള്ളവരെ? നിസ്സാരായിട്ട് കാണണ്ട. നമ്മളുടെ കയ്യിൽ പാപങ്ങൾ ഉണ്ടാവാം, നമ്മളുടെ കയ്യിൽ നന്മകളുടെ കുറവുണ്ടാകാം. നാളെ മീസാനിലൂടെ നന്മ തിന്മ തൂക്കുമ്പോ ഹസനാത്തുകളുടെ നന്മകളുടെ കുറവുണ്ടാകാം. അറിയാതെയോ അറിഞ്ഞോ ചെയ്തു പോയ പാപങ്ങൾ ഒരു തലക്കയുണ്ടാവാം. എന്നാൽ അതിനെയെല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ഫിർദൗസിലേക്ക് അടുക്കാനുള്ള വഴികളല്ല പറഞ്ഞു തരാൻ. വുളു എടുത്ത് പള്ളിയിലേക്ക് വാ, വുളു എടുത്ത് പള്ളിയിലേക്ക് വാ. നിങ്ങൾക്കറിയോ, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നമ്മൾ പുറപ്പെടുമ്പോ ഓരോ ചവിട്ടടികൾക്കനുസരിച്ച് പദവി ഉയരുമ്പോ, തിന്മകളെ അള്ളാഹു തആല മായ്ച്ചു തരുമ്പോ അതോടുകൂടെ അവസാനിക്കണില്ല കേട്ടോ. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മലായിക്കത്തുകളുണ്ട്. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ മനുഷ്യന് നീ പൊറുച്ചു കൊടുക്കല്ല. അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ ഈ മനുഷ്യന് കരുണ ചെയ്യല്ല. അല്ലാഹുമ്മ തുബ് അലൈഹി, ഈ മനുഷ്യന്റെ പശ്ചാത്താപത്തെ സ്വീകരിക്കല്ല. ഇതൊന്നും നിസ്സാരല്ല, ഇതൊന്നും സാരല്ല. ഒരുപാട് തെറ്റുണ്ടാവാം. വുളു എടുത്ത് വരുന്നവനാ പ്രാർത്ഥിക്കുന്നത്, പൊറുച്ചു കൊടുക്കല്ല, കരുണ കൊടുക്കല്ല. നിസ്സാരല്ല പ്രിയമുള്ളവരെ. ആയുസിന്റെ 60കളോ 70കളോ മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടി ആരാധന ചെയ്താലും അള്ളാഹു തന്നതിന് പകരമായി ഇബാദത്തിന്റെ കനം നോക്കി സ്വർഗത്ത് പോവാൻ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും സാധ്യമില്ല, കഴിയില്ല, അതിന് തുല്യവുമല്ല. പക്ഷെ അള്ളാന്റെ റഹ്മത്ത് വേണം. ആ റഹ്മത്ത് ഈ മനുഷ്യന് കൊടുക്കല്ല എന്നാണ് അള്ളാന്റെ മലക്കുകൾ പറയണത്. ഇയാൾ ചെയ്ത തെറ്റുകളുണ്ടല്ലോ, അള്ളാഹിനോട് ഏറ്റു പറയുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ തുബ് അലൈഹി, ഇവന്റെ പശ്ചാത്താപത്തെ സ്വീകരിക്കല്ല. ഏതുവരെ എന്നറിയോ? അവനാ വുളുവോടുകൂടെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നത് വരെ, അതല്ലെങ്കിൽ അവന്റെ വുളു മുറിയുന്നത് വരെ അള്ളാന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന. കളയണോ പ്രിയമുള്ളവരെ? ഒഴിവാക്കണോ? ഇനി നിങ്ങൾക്കൊരു ഹജ്ജിന്റെ പ്രതിഫലമാണ്, ഒരു ഹജ്ജിന്റെ കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കർമ്മങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇനിയോ ഫർള് നമസ്കാരങ്ങളുടെ ശേഷമുള്ള ദിക്റുകളില്ലേ? നമുക്ക് സമയമില്ല.
നമ്മളതാ പറഞ്ഞത്, സ്വർഗം വേണം, പക്ഷെ പണിയെടുക്കാനുള്ള വഴി അല്ല തന്നു, കാരുണ്യവാനായ റബ്ബ് തന്നു. പക്ഷെ നമുക്കെന്തില്ല? നിങ്ങൾ നോക്കിയേ, ഒരു ഹാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ത്യാഗം നിർബന്ധമാണ് ഇസ്ലാമിലെ. പ്രായാവാനൊന്നും കാത്തുക്കരുത്, ആരോഗ്യമുള്ള സമയത്ത് തന്നെ ചെയ്യണം. ഇവിടുന്ന് എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ച് ആരോഗ്യത്തിന്റെ തീഷ്ണമായ ദിനങ്ങളെ കടന്നുപോയി. ഹജ്ജിന്റെ ദിനരാത്രങ്ങളിൽ പ്രത്യേകിച്ച് പെരുന്നാളിന്റെ ദിവസം ജംറകൾക്കെറിഞ്ഞ് തിരിച്ച് ടെന്റിലേക്ക് വരുന്ന സമയം, വെയിലും കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളും തളർത്തുന്ന ശരീരങ്ങളും ഒക്കെയായിട്ട് ത്യാഗം ചെയ്യുന്ന മനുഷ്യരെ കാണാൻ സാധിക്കും. പണമുണ്ടെങ്കിൽ നിർബന്ധമാണ്, പക്ഷെ അതിന്റെ ഒക്കെ കൂലി ഇല്ലാതെ മനസ്സുകൊണ്ട് മോഹിച്ചോൻ അല്ല തരാന്ന് പറയുമ്പോ അത് വെറുതെ അല്ലല്ലോ. കുറച്ച് സമയം ഒന്ന് മെനക്കെട്ടാൽ അള്ളാന്റെ പള്ളിയിലെ ഒന്നിരിക്കും. നിങ്ങള് ഒന്ന് നിസ്കാരം കഴിഞ്ഞാൽ എണീറ്റോടുന്ന ആളുകളോട് ദിക്റുണ്ടോ ജീവിതത്തിൽ? ദിക്റുണ്ടോ? ചില ആളുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ലേ, ذهب أهل الدثور من الأموال بالدرجات العلا والنعيم المقيم. റസൂലേ, സമ്പത്തുള്ള ആളുകള് ഉന്നതമായ അനുഗ്രഹങ്ങളും പദവികളും കൊണ്ടുപോയി റസൂലേ. പണമുള്ള ആളുകള് ഉന്നതമായ ദർജകൾ കൊണ്ടുപോയവരാണ്, പദവികളും അവര് കൊണ്ടുപോയവരാണ്. യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങളെ നിസ്കരിക്കുന്ന പോലെ അവരും നമസ്കരിക്കുന്നവരാണ്. വയസ്സൂമൂന കമാ നസൂം, ഞങ്ങളെ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നവരാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വലഹും ഫളനും മിൻ അംവാൽ യഹുജൂന ബിഹാ വയഅ്തമിറൂന വയുജാഹിദൂന വയതസദ്ദഖൂൻ. അവർക്ക് പണമുള്ളത് കൊണ്ട് ഹജ്ജ് ചെയ്യുന്നുണ്ട്, പണമുള്ളത് കൊണ്ട് ഉംറ ചെയ്യുന്നുണ്ട്, പണമുള്ളത് കൊണ്ട് ജിഹാദിന്റെ മാർഗത്തിലൂടെ ഇറങ്ങിത്തിരിക്കുന്നവരാണ്, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഞങ്ങൾ നിസ്കരിക്കുന്നു, അവരും നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്നു, അവരും നോമ്പെടുക്കുന്നു. പക്ഷെ പണമില്ലാത്തത് കൊണ്ട് അവരെ പോലെ ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാനോ സ്വതക്ക ചെയ്യാനോ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല നബിയെ. എല്ലാ പ്രതിഫലങ്ങളും അവരിങ്ങനെ കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് മോഹല്ലേ? അള്ളാന്റെ പ്രവാചകൻ പറയാ, തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂൻ, നിങ്ങൾ തസ്ബീഹ് ചൊല്ലേ, നിങ്ങൾ ഹംദുകൾ ചൊല്ലേ, നിങ്ങൾ തക്ബീറുകൾ ചൊല്ലേ. ഖൽഫ കുല്ലി സ്വലാത്തിൻ 33, ഓരോ നിസ്കാരം കഴിഞ്ഞാലും 33 പ്രാവശ്യം നിങ്ങൾ ചൊല്ലേ. വല്ല പണിയുണ്ടോ? സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചൊല്ലാൻ, അൽഹംദുലില്ലാ 33 പ്രാവശ്യം ചൊല്ലാൻ അവരുടെ പുണ്യങ്ങളോളം നിങ്ങൾക്കെത്താൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നു. അലീന്റെ വീട്ടിൽ പോയിട്ട് ജോലി എടുത്തിട്ട് വെള്ളം കൊണ്ടുവന്ന് ഷോൾഡറിൽ അടയാളം വീണിട്ടുണ്ട്, പണിയെടുത്ത് കയ്യിലെ തഴമ്പ് വീണിട്ടുണ്ട്, അതുകൊണ്ടൊരു വൃത്തിയെ വെച്ചു തരണമെന്നാണ്. അള്ളാന്റെ മുത്ത റസൂൽ വീട്ടിലില്ല, പ്രവാചകന്റെ പത്നിമാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവർ പറഞ്ഞു, മോള് വന്നിരുന്നു, ഇങ്ങനൊരു ആവശ്യം പറഞ്ഞിരുന്നു. അവർക്ക് ഭർത്താവിന്റെ വീട്ടിൽ ജോലിയെടുത്ത് ആകെ പ്രയാസത്തിലാണ്, വെള്ളം കൊണ്ടുവരണം, മാവിടിക്കണം. ആരാണ്? മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അള്ളാന്റെ മുത്ത റസൂൽ ചെന്നു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കുന്ന സമയമാണ്. അവരുടെ രണ്ടുപേരുടെ നടുക്ക് മുത്ത റസൂൽ കാലിന്റെ വെള്ള കാണുമാറ് കാല് മടക്കി അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ, എന്നോട് ആവശ്യപ്പെട്ടത് ഒരു വൃത്തിയാണെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്റെ മോൾക്ക് വാപ്പ് പറഞ്ഞു തരട്ടെയോ? ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം അൽഹംദുലില്ലാ, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ, 34 പ്രാവശ്യം എന്റെ മകള് പറയലാണ്, എന്റെ മകള് പറയലാ. അലി റളിയല്ലാഹു അൻഹു പറയാ, പിന്നീട് എന്റെ ജീവിതത്തിൽ ഞാനത് വിട്ടുപോയിട്ടില്ല. എപ്പോഴാണ്? രാജ്യം ഭരിക്കേണ്ട കാലത്ത്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, സഫർ 1 സിഫീനല്ലേ, മുസ്ലിങ്ങൾ ഏറ്റുമുട്ടിയപ്പോ അങ്ങ് അസ്വസ്ഥനായിരുന്നല്ലോ, അന്നും അങ്ങിത് ചൊല്ലിയിരുന്നോ? അന്ന് പോലും ഞാനത് വിട്ടുപോയിട്ടില്ല എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ദിക്റുകളൊന്നും നിസ്സാരല്ല. വദാകിരീന അല്ലാഹ കസീറൻ വദാകിറാത്ത്, അള്ളാഹ്ക്ക് ധാരാളമായി ദിക്ർ ചൊല്ലുന്ന സ്ത്രീകളുണ്ടോ പുരുഷന്മാരുണ്ടോ? താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമാണ്, പാപമോചനമാണ്.
നിസ്കാരം കഴിഞ്ഞൊരു കുറച്ചു നേരം ഇരുന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, റസൂലുള്ളാഹി പറയാ, പണമുള്ള ആളുകൾ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യുമ്പോ അതുപോലെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാൻ നിങ്ങൾക്കുള്ള വഴിയാണെന്ന് അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കൂലി നമുക്ക് ലഭിക്കാൻ കിട്ടുന്ന മറ്റൊരു വഴിയാണ് ഹജ്ജിന് പോകുന്ന ആളുകളെ സഹായിക്കുക എന്ന് പറയുന്നത്. എല്ലാവരും കുറെ പൈസ ഉണ്ടായിട്ട് പോകണവരൊന്നും ആവില്ല. ഒരുപക്ഷെ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ സാമ്പത്തികമായി നമ്മളും കൂടെ അവരൊന്ന് ഹെൽപ്പ് ചെയ്തു കൊടുത്താൽ, അതല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെ ഇവിടെ ബാക്കി വെച്ച് പോകുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളിൽ നമ്മൾ അവരോടൊന്ന് ഇടപെട്ടാൽ, അങ്ങനൊക്കെ അൽഹംദുലില്ലാഹ് അതിനോട് സഹകരിക്കുന്നവർക്ക് പോലും ആ പ്രതിഫലം ഉണ്ടെന്നാണ്. മൻ ജഹദ ഹാജ ഔ ജഹദ ഖാസിയ, മുത്തറസൂല പറയാണ്, ഒരു ഹാജിയായ ഒരു മനുഷ്യനെ ഹജ്ജിനായി നിങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ, യുദ്ധത്തിന്റെ രണഭൂമിയിലേക്ക് പോകുന്നവനെ ഒരുക്കി കഴിഞ്ഞാൽ, ഔ ഖലഫഹു ഫീ അഹ്ലിഹി, ഹജ്ജിന് പോയ ആളാവട്ടെ യുദ്ധത്തിന് പോയ ആളാവട്ടെ അയാളുടെ കുടുംബത്തിനെ നിങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറായാൽ, ഔ ഫത്തറ സ്വായിമാ, ഒരു നോമ്പുകാരനെ നിങ്ങൾ നോമ്പ് തുറപ്പിച്ചാൽ, ഫലഹു മിസ്ലു അജ്രിഹി മിൻ ഉയ്രി അയൻഖുസു മിൻ അജ്രിഹി ഷൈഉൻ, അയാളുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നുപോലും കുറയാതെ നിങ്ങൾക്കും അത് ലഭ്യമാണെന്ന് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ ഹജ്ജിന് വേണ്ടി സഹായിച്ചു കൊടുത്തു, നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഹജ്ജ് ചെയ്ത ആൾക്ക് അതിന്റെ പൂർണ്ണമായ പ്രതിഫലമുണ്ട്, സഹായിച്ച മനുഷ്യനും അതിന്റെ പ്രതിഫലങ്ങൾ ഉണ്ടെന്ന് അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പറയുമ്പോ നമ്മൾ ഒന്ന് കുറുക്കു വഴികളിലേക്ക് നമ്മൾ തിരിയരുത്. ഈ കൂലിയൊക്കെ കിട്ടും, എന്നാ പിന്നെ കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. 7 ലക്ഷം രൂപ ചെലവാക്കേണ്ട കാര്യമില്ല, കുറെ ദിവസം ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കേണ്ട കാര്യങ്ങളില്ല, കുടുംബത്തെ മാറി നിൽക്കേണ്ട അങ്ങനല്ല. അത് നിർബന്ധമായ വസ്തുതയാണ്. നമ്മളൊരാളെ മുഅ്മിനായി മുസ്ലിമായി ലോകത്തോട് വിട പറയണമെങ്കിൽ ഇസ്ലാമിന്റെ പഞ്ചകർമ്മങ്ങൾ നിറവേറ്റിയിരിക്കണം. അതിന് സാമ്പത്തികമായ കഴിവുണ്ടോ? ഹജ്ജ് നിർബന്ധമാണ്. നമ്മളിപ്പൊ തന്നെ ഒരുങ്ങണം. ഇപ്പൊ ഹജ്ജൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ മനസ്സിലെ അതിന്റെ ഒരു ആവേശം ഇങ്ങനെ അലതല്ലി നിൽക്കുമ്പോ, പ്രിയമുള്ളവരെ, അടുത്ത ഹജ്ജിന് പോവാൻ കഴിയുമോ? ആഗ്രഹിക്കണം, പ്രതീക്ഷിക്കണം, പ്രവർത്തിക്കണം, സ്വരൂപിക്കണം. സ്വരൂപിക്കണം. നമ്മളിത് മനസ്സിലാക്കേണ്ടത് അത് ഈ അടുത്ത കാലത്തൊന്നും വേണ്ട. അടിസ്ഥാന സൗകര്യങ്ങൾ കഴിഞ്ഞ് സമ്പാദ്യങ്ങൾ കടന്നു വരുമ്പോ ആ സമ്പാദ്യത്തിൽ വീണ്ടും ഭൂമി വെട്ടിപ്പിടിക്കുന്നതിലല്ല, കൊട്ടാരങ്ങൾ ഉയർത്തുന്നതിലല്ല, അതിനു മുമ്പ് എനിക്ക് ബാധ്യതയുള്ള ഹജ്ജ് നിർവഹിക്കണം. പ്രിയമുള്ളവരെ, ഒരുപാട് നൊമ്പരം അനുഭവിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. എന്നിട്ട് അവിടെ വന്ന് വിലപിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, കുറച്ചുകൂടെ നേരത്തെ ചെയ്യണത് ആകാമായിരുന്നൂലേ. നമ്മൾ പല രാജ്യക്കാരെയും അവിടെ കാണും ഹജ്ജിന് വരുമ്പോ. പക്ഷെ ഇന്ത്യക്കാർക്ക് മാത്രം, പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാലേ വരൂന്നാണ്. അല്ലാട്ടോ, യഅ്തനിം ഖംസൻ ഖബല ഖംസ്, 5 കാര്യം നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് 5 കാര്യത്തിന് പ്രാധാന്യത്തോടെ കാണണം. അതിലൊന്ന് ഹയാത്തക ഖബല മൗതിക, മരണത്തിന് മുമ്പുള്ള ജീവിതമാണെങ്കിൽ, വസിഹത്തക ഖബല സഖമിക, രോഗത്തിന് മുമ്പുള്ള ആരോഗ്യമുള്ള സമയമാണ്. നമ്മളുടെ റൂമുകളിൽ നിന്ന് മിനാ ടെന്റുകളിലേക്ക് വന്ന് അവിടെ നിന്ന് അറഫയിലേക്ക് പാതി ആളുകളെ വെച്ച് യാത്ര ചെയ്ത് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നടപ്പാതയായി 7 കിലോമീറ്ററുകൾ നടന്ന് അവിടെ റോഡിനോരങ്ങളിൽ മുസ്ദലിഫയിലൂടെ രാപ്പാർത്ത് പിന്നീട് നേരം പുലരുമ്പോ പെരുന്നാളിന്റെ അന്ന് അള്ളാഹുവിന്റെ ജംറകളെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുമ്പോ, പ്രിയമുള്ളവരെ, പുലരുന്ന സമയത്ത് വരുന്ന വെയിലും താണ്ടി കിലോമീറ്ററുകളോളം നടന്നു വന്ന് ആ ജംറകൾ കയറി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ സൂര്യന്റെ ചൂട് കനത്തിട്ടുണ്ടാകാം. ടെന്റുകൾ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ടെന്റുകളിൽ എന്റെ ടെന്റ് ഏതാണെന്നറിയാതെ നടന്ന് തളർന്ന് പൊരിവെയിലത്ത് ബോധമില്ലാതെ തളർന്നു കിടക്കുന്നവരെ കൊണ്ട് ആംബുലൻസുകൾ ചീറിപ്പായുമ്പോ നടന്ന് ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ തളർന്നിരിക്കുമ്പോ അന്ന് പറയും, കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു, കുറച്ചുകൂടെ ആരോഗ്യമുള്ള ആകാമായിരുന്നു. തുടർന്നും ജംറകളിലേക്ക് സംഘമായി ജനങ്ങൾ നീങ്ങുമ്പോ
എറിയാൻ കഴിയാതെ തന്റെ കല്ല് മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് ടെന്റിലൂടെ വിശ്രമിക്കുമ്പോൾ മനസ്സ് പറയും കുറച്ചുകൂടെ ആരോഗ്യമുള്ള സമയത്ത് ആകാമായിരുന്നു എന്ന്. തന്റെ റൂമിൽ തളർന്നു കിടക്കുമ്പോ കൂടിയുള്ളവർ പോയി തവാഫുകൾ അധികരിപ്പിക്കുമ്പോ അന്ന് പറയും, അല്ലാഹുവേ, ഈ മണ്ണിൽ വന്നതിനു മുമ്പ് ഒരുപാട് തവണ തവാഫ് ചെയ്യാമായിരുന്നു. പ്രിയമുള്ളവരെ, ആരോഗ്യമുള്ള സമയമാണ്, നിർബന്ധ കടമ നിർവഹിക്കാനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ്, അധിക ബിസി വരുന്നതിന് മുമ്പത്തെ ഒഴിവ് സമയങ്ങളെ, വാർദ്ധക്യത്തിന് മുമ്പുള്ള യൗവന കാലഘട്ടങ്ങളെ, ഒരുപക്ഷെ നാളെയുടെ ദാരിദ്ര്യം കാത്തിരിക്കുന്നുവെങ്കിൽ അതിനു മുമ്പുള്ള സമ്പത്തിന്റെ കാലഘട്ടങ്ങളെ അള്ളാന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തി ഹജ്ജ് ചെയ്യുക, മനസ്സുകൊണ്ട് മോഹിക്കുക, ആഗ്രഹിക്കുക. കഴിയാത്തവരെ പുണ്യം നേടാൻ അവസരം നമ്മുടെ മുമ്പിൽ. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ സൽക്കർമ്മങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്ന തീരുമാനത്തോടുകൂടെയാണ് അള്ളാന്റെ പള്ളിയിൽ നമ്മൾ ഇറങ്ങിപ്പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. ما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ രണ്ടാമത്തെ ഖുത്ബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മളൊക്കെ അള്ളാന്റെ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഒരുപക്ഷെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൈകെട്ടുന്ന സമയങ്ങളിലായിരിക്കാം ഇഖാമത്ത് കൊടുക്കാം. പല ആളുകളും പല രീതിയിൽ പ്രവർത്തിക്കും. ചില ആളുകൾ ആ സമയത്ത് തന്നെ പെട്ടെന്ന് നിസ്കാരമൊക്കെ പൂർത്തീകരിച്ചിട്ട് ഓടി വന്നിട്ട് ജമാഅത്തിനെ പിന്തുടരുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ നേരെ കൈയഴിച്ചിട്ട് വന്ന് ജമാഅത്തിനെ പിന്തുടരുന്ന. അപ്പൊ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രാമാണികമായി അള്ളാഹുവിന്റെ ദീനീ വിഷയത്തിൽ എന്താ നമ്മളോട് പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉഖീമത്തിസ് സ്വലാ, നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ, ജമാഅത്ത് നമസ്കാരം തുടങ്ങാനായി കടന്നു വരാനുള്ള കൽപ്പനയാണ്, ആ ആരംഭിക്കുന്ന നിർദ്ദേശം കൊടുക്കലാണ് ഇഖാമത്ത്. അതിനുവേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടാൽ ഫലാ സ്വലാത ഇല്ലൽ മക്തൂബ, ഫർളല്ലാത്ത മറ്റൊരു നിസ്കാരവും ഇല്ല എന്ന് അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖാമത്ത് കൊടുത്താൽ പിന്നെ ഫർദ് നമസ്കാരമേ ഉള്ളൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിലെ സുബഹി നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ടു. അപ്പൊ ഒരു സ്വഹാബി എന്ത് ചെയ്തു? അദ്ദേഹം സുന്നത്ത് നിസ്കാരത്തിലാണ്. അദ്ദേഹം ആ 2 റക്അത്തിനെ പൂർത്തീകരിച്ച്, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്തിനെ പൂർത്തീകരിച്ച് പിന്നീട് സുബഹി നിസ്കരിച്ചപ്പോ അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, ആ സുബ്ഹ അർബഅൻ, സുബഹി ഇപ്പൊ 4ആയോ? ആ സുബ്ഹ അർബഅൻ, സുബഹി ഇപ്പൊ 4ആയിട്ടുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പഠിപ്പിച്ചു കൊടുത്ത പദാണ് ഇദാ ഉഖീമത്തിസ് സ്വലാ ഫലാ സ്വലാത ഇല്ലൽ മക്തൂബ. ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ ഫർളല്ലാതെ മറ്റൊരു നമസ്കാരവും ഇല്ല എന്നുള്ളതാണ്. കൈയഴിച്ചിട്ട് സൊഫിൽ വന്ന് നിൽക്കണം. പിന്നെ നമ്മളൊരു പക്ഷെ നിസ്കാരം ഒരു 3/4 ഭാഗമൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും എന്ന കൺഫ്യൂഷനുള്ള ആളുകളോട് നമുക്ക് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടാതെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അൽഹംദുലില്ലാ പെട്ടെന്ന് പൂർത്തീകരിക്കും. അപ്പൊ സുജൂദിൽ പോയാൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാലും നമുക്ക് ചുരുക്കി പെട്ടെന്ന് എന്ത് ചെയ്യാം, എത്രയും വേഗം ആ സുന്നത്ത് പൂർത്തീകരിച്ച് ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമോടെ ജമാഅത്തിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയണം. ആ രീതിയിൽ അതിനെ വേഗത്തിലാക്കി വരാന്നല്ലാതെ അതിന് കഴിയില്ല, തക്ബീറത്തുൽ ഇഹ്റാം വരെ എനിക്കെത്താൻ കഴിയില്ല എന്ന് വന്നാൽ ആ സുന്നത്ത് നിസ്കാരത്തെ കൈയഴിച്ച് ജമാഅത്തിലൂടെ പിന്തുടരണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറിവുകൾ പഠിക്കാനും അത് ജീവിതത്തിന്റെ പ്രവൃത്തിതലങ്ങളിലൂടെ കൊണ്ടുവരാനും നമ്മൾ ശ്രദ്ധിക്കുക. സമയത്ത് നമ്മളാണ് ക്രമീകരിക്കുന്നത്. മാക്സിമം എനിക്ക് പുണ്യങ്ങൾ കിട്ടണമെന്നുള്ള രീതിയിൽ സമയത്തെ ക്രമീകരിച്ച് അള്ളാഹുവിന്റെ ഇബാദത്തുകൾക്ക് സജ്ജമായി വരാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസങ്ങളിലൂടെ കഴിയുന്ന ആളുകൾ, രോഗത്തിന്റെ പ്രയാസങ്ങളിൽ കഴിയുന്ന ആളുകൾ, മറ്റു പല വിഷയങ്ങളിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹുവേ
ഖൈർ എന്താണെന്നറിയുന്ന റബ്ബേ, ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ജീവിതത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المجاهدين المضاعفين في فلسطين وفي رفاه وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.